പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. എൻ്റെ കടയിലൊരു വിശേഷമുണ്ട്. പിന്നെ എൻ്റെ കുട്ടി മിറാഷുവിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറി അവനിന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് അവന് സ്കൂളൊക്കെ പോയിട്ട് അവന് സ്കൂൾ അയക്കുന്ന വിശേഷങ്ങളും നമ്മളെ കടയിലുള്ള ആ സന്തോഷവും ഒക്കെ കാണിക്കാം. അപ്പം നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഓടിവായേ. എല്ലാ സ്പ്രേ മിക്സാക്കി അടിക്കണം മോനെ. മതി 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 മതി. പൗഡർ ഇട്ടാ മിറാശു കസേരയെല്ലാം വെച്ച് ഞാൻ അടുക്കളയിൽ നിന്ന് ദോശയെല്ലാം എടുക്കുന്ന സമയത്ത് വേഗം കയറി പൗഡറും സ്പ്രേ എല്ലാം അടിച്ച് സെറ്റാകുന്നുണ്ട്. അവനിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. മുണ്ടിനീരെല്ലാം മാറി സ്കൂളിലേക്ക് പോവാന്ന്. അപ്പം നോക്കട്ടെ, സുന്ദരനായിനാ നോക്കട്ടെ. കൊച്ചു പൗഡർ കൂടുതലുണ്ട്, മായ്ക്കണം. അങ്ങനെ വേണോ? നിന്നെ എൻ്റെ ചൊങ്ങിൻ്റെ കാണാൻ പിന്നെ എന്തിനാ പൗഡര്? നല്ല രക്ഷയില്ലേ? മുടിയെല്ലാം മാറുന്നുണ്ട്. അവനെല്ലാം തന്നെ ചെയ്യും. പിന്നെ പേനും കുപ്പായം എല്ലാം ഇടും, മുടി വാരും. നമ്മളെ കുട്ടി മിറാശിന് ഇന്ന് സ്നാക്സ് ആയിട്ട് ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് 10 മണിക്ക് മദ്രസ വിട്ടപാടും കഴിക്കാനാണിത്. രാവിലെ കഴിച്ചിട്ട് പോകുന്നതല്ല, കഴിക്കൊന്നുമില്ല. ഒരു കഷ്ണം ദോശ എന്തെങ്കിലും തിന്നാലായി. അപ്പം 10 മണിയാകുമ്പോഴത്തേക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടും. ബ്രെഡ് വാട്ടിയതാ, പഴം വാട്ടിയതാ, അങ്ങനെ എന്തെങ്കിലുമാണ് കൊടുക്കുക അതിൻ്റെ കൂടെ. അല്ലെങ്കിൽ ഇങ്ങനെ നട്സ് കൊടുക്കും. പിന്നെ അവന് സ്കൂളിൽ ചോറുണ്ട്, അതുകൊണ്ട് പ്ലേറ്റ് മതി. പ്ലേറ്റ് ഒരു ബോട്ടിലിൽ വെള്ളവും കൊടുക്കും. പിന്നെ പായുന്നുണ്ട. മിറാശിനെ യാത്രയാക്കാൻ വരുന്ന ഓട്ടോയിൽ കയറി വരുമോ? അത് ഒന്ന് തടയൊക്കെ കൊടുത്തടാ. നിൻ്റെ ഒരു തടവിൽ കിട്ടേണ്ടിയിട്ടാണ്. മതി. നമ്മളെ കുട്ടി മിറാശിനെ മദ്രസയിലൊക്കെ അയച്ച് ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാൻ പോയി. നമ്മളെ മിഷാലിന് പനിയാണ്, അതുകൊണ്ട് അവന് സ്കൂൾ അയക്കുന്നില്ല. അവന് വേണ്ട ഫുഡൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല നീർദോശയുണ്ട്. നേരിയ കടലാസ് പോലത്തെ ദോശയാണ്, നേരിയ ദോശ. അതുകൊണ്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും. അതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചുണ്ട്. പിന്നെ നല്ല രാത്രിക്ക് വരട്ടിയ പച്ചത്തരണ്ടി കറിയുണ്ട്. നല്ല ടേസ്റ്റാണ്. രാത്രിക്കത്തെ കറിയാകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അതിനോട് ഒരു കഞ്ഞി വെച്ചിട്ടുണ്ട്, നേരിയരി കഞ്ഞിയാണ്. മിഷാലിന് പനിയായതുകൊണ്ട് തന്നെ ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞിയാക്കി. നല്ല കഞ്ഞി. പിന്നെ അവന് തൊട്ട് കൂട്ടാനായിട്ട് നാരങ്ങയും പച്ചമുളകും ഉപ്പും കൂടി ചാലിച്ചതാണ്. അതാകുമ്പോൾ അവന് കഴിച്ചോളും. അവന് അച്ചാർ വലിയ ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ട് അതുമാക്കി വെച്ച്. പിന്നെ നല്ല മുന്തിരി ജ്യൂസ് ഉണ്ട്. ജ്യൂസ് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ട് അടിച്ചെടുത്തതാണ്, തണുപ്പിക്കാണ്ട്. അപ്പം അതവന് കഴിച്ചോളും. അവനതും നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു ഇളനീർ കൂടി ചെത്തി അവിടെ വെച്ചിട്ടുണ്ട്. അവന് ആവശ്യമുള്ളപ്പം വെട്ടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അത് ഒന്ന് മൂട് ചെത്തിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം ചെത്തി. എൻ്റെ ഡ്രസ്സ് കണ്ട നല്ല പച്ച കളർ, നല്ല രസമായിരുന്നു. എന്നെ ഒരു ദിവസം ഉവാപ്പള്ളിയിൽ നിന്ന് പോലീസ് പിടിച്ചിട്ട് ഇറങ്ങി പൊല്യൂഷൻ പേപ്പർ അടിച്ചിട്ട് കാണുന്നില്ല. ഞാൻ സാറൊക്കെ ക്ലീനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഹരിതസേന തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ട് അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? നിങ്ങളെ ഡ്രസ്സ് കണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കൂടുതലാളും ചോദിക്കും, ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് കടയിലെ പിന്നെ കോഡ് ഡ്രസ്സാണോ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാണോ അങ്ങനെയൊക്കെ ചോദിക്കും. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ നല്ല ഓൺലൈനിൽ ഞാൻ കോഡായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ, പേരും കുപ്പം ഒരുപോലെ. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോവാണ്. അപ്പോൾ രാവിലെ തന്നെ തിരക്കിട്ട് ചെറിയ മേക്കപ്പ്, നമ്മൾ സ്ത്രീകൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാണ്ട് പുറത്ത് പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കടയിൽ പോകുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു പൗഡറും കൂടി അതിന് മേലേലിടുന്നുണ്ട്. ചൂടാണ്, അതുകൊണ്ട് പൗഡറും മേക്കപ്പൊന്നും ഇട്ടിട്ട് കാര്യമില്ല. കടയിലെത്തുമ്പോഴത്തേക്ക് എല്ലാം ഒഴിച്ചു പോകും. പക്ഷെ എന്നാലും നമ്മളെപ്പോൾ ഇടുന്നത് കൊണ്ട് ചെറിയൊരു പൗഡറും കൂടി നമ്മൾ ഇടുന്നുണ്ട്. നന്നായിട്ട് വേർക്കുന്നുണ്ട്. വേറിട്ടിട്ടൊന്നും വേർപ്പ് പോകുന്നില്ല. പിന്നെ നമ്മൾ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ ഇടാണ്ട് ഞാൻ പുറത്ത് പോകാറേ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ഐലൈനർ ഇടുമോ അല്ലെങ്കിൽ കൺമിഷ് ഇടുമോ. കൺമിഷ് ഇടാണ്ട് പോയ ഒരു ദിവസം ടീച്ചർ എന്നോട് ചോദിക്കുമോ, ഇതെന്താ നിനക്ക് പനി ഉണ്ടാകും. അത്രത്തോളം ഒരു പനി വന്ന ലുക്കായിരിക്കും നമ്മൾ ഐലൈനറൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ. ജസ്റ്റ് ഒരു ഐലൈനർ ഇങ്ങനെ വരഞ്ഞെടുക്കും, അത്രേ ഉള്ളൂ. നിൽക്കുമ്പോൾ വേർപ്പിൻ്റെ ഒന്ന് സ്മെല്ലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. ഇത് നമ്മളിങ്ങനെ നമ്മൾ കക്ഷത്തെല്ലാം ഇതിങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേർപ്പിൻ്റെ മണോ നമുക്ക് വേർക്കുകയേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. എനിക്കിത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. കണ്ട അത് മാലിക് കണ്ട ഷോ. ഇതാണ് സ്പ്രേ. അപ്പോൾ സ്പ്രേ അടിക്കുന്നില്ല, നമ്മൾ ലോഷനെല്ലാം വരട്ടിയുണ്ട്. പുറത്തെല്ലാം പോകുമ്പോൾ ഞാൻ യൂസ് ആക്കുന്നില്ല. ഇപ്പം ഞാനത് അടിക്കുന്നില്ല. അവിടെ ലിഫ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് വരഞ്ഞെടുക്കുക ചെയ്യാം. എല്ലാം നില ലൈറ്റായിട്ട് ഇത്രയേ ഉള്ളൂ. കടയിലെല്ലാം പോകുന്നത് ചെറുത് മതി. കല്യാണത്തിനെല്ലാണെങ്കിൽ കുറച്ച് ഓവറായിട്ടിടും.
ചെറുതായിട്ട് ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് നല്ല മേക്കപ്പ് അല്ല, ഇവിടെ മേക്കപ്പ് ഇടാനൊന്നും പോക്കില്ല. അപ്പോൾ ചെറുതായിട്ട് ഇല്ല, ചെറിയ അപ്പോൾ ഇതാണ്ട ഐസ് ഇവിടെ നിന്ന് തന്നെ ആക്കിയിട്ട് കൊണ്ടുവെക്കാൻ. ഇതാണ്ട സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇത് കവറിലിട്ടിട്ടാണ് കൊണ്ടുപോകാം. ഇത് ഇത്ര ഐസ് കൊണ്ടുപോകുന്നു. ചോറ് തണുപ്പിക്കാനും ജ്യൂസ് അടിക്കാനെല്ലാം വേണ്ടതല്ലേ, അതുകൊണ്ട് ഇത്രത്തോളം ഐസ് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇതെല്ലാം കവറാക്കി എടുത്ത് വീണ്ടും ഇതിനകത്ത് വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഞാൻ പോകും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് രാവിലെ ഒരു പെടക് വടപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അയച്ച് എല്ലാ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് സമയം ഒട്ടും കിട്ടൂല. 1 മിനിറ്റ് നിൽക്കാൻ വരെ സമയം കിട്ടൂല. അതിൻ്റെ ഇടയിലാണ് ഓടിച്ചാടി ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ കടയിലെത്തിയിട്ടാണ് വീട്ടിൽ തിന്നാൻ സമയം ഉണ്ടാവില്ല. എല്ലാം ഒരുങ്ങി ചടപടയെ ഇറങ്ങുന്ന സമയത്ത് തിന്നാൻ സമയം ഉണ്ടാവില്ല. ഒരു 10-11 മണിയൊക്കെ ആവും കടയിലെത്തി സെറ്റായി വരുമ്പോഴത്തേക്ക് തിന്നാൻ. അപ്പോൾ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയ്യാം. ഉച്ചക്കത്തെ ചോറൊന്നല്ല, കുറച്ച് ഒരു 2-3 ദോശയും കറിയെല്ലാം ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു. നമ്മളങ്ങനെ കിയൂരുള്ള പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഡീസൽ വാങ്ങുന്നത്. അപ്പോൾ ഏട്ടന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീസൽ അതിനകത്തുണ്ട്, കുറച്ചുകൂടി എപ്പോഴും ഒഴിക്കും. ഞാനങ്ങനെ ഓടിപ്പിടിച്ച് കടയിലെത്തിയിട്ടുണ്ട്. വരുന്നവരെ വലിയ ഡീസലും വാങ്ങി പൊതിനയും ചെറുനാരങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം കടയിലെത്തി നോക്കുമ്പോൾ തന്നെ ഒരുപാട് സമാധാനമാണ്. ഇനി നമുക്ക് ഒന്ന് ചേച്ചി കണ്ടാണ്. ഞാൻ വരുമ്പോഴത്തേക്കെല്ലാം കഴുകി വൃത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമാധാനം. അല്ലെങ്കിൽ എല്ലാം ഞാൻ ചിരണ്ടണം. കരിമ്പെല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അല്ലോ എല്ലാം ചിരണ്ടി പൊത്തി വെച്ചിട്ട് നമ്മൾ ചേച്ചിക്കുട്ടിനെ കാണാം. ഇതാ നമ്മൾ ചേച്ചിക്കുട്ടി കണ്ട. നമ്മളിവിടെ കിയൂർ തന്നെയല്ല, നമ്മളിവിടെ തന്നെ എൻ്റെ കടേൻ്റെ തൊട്ടടുത്ത് ലേച്ചിയാണ്. അതുകൊണ്ട് കുറേ സമാധാനം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം വരെ എടുത്തു കൊണ്ടുവച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ വന്നിട്ട് വന്ന് പടകട പഠിച്ച് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാം ഏച്ചിക്കുട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ളവിടെ ഞാൻ കാണിക്കാം. ഇത് ഞങ്ങളുടെ അശ്വതിക്കുട്ടിയാണ്, സാവിത്രിയേച്ചിയുടെ കൊച്ചുമോളാണ്. വന്ന മുതലേ എൻ്റെ കൂടെ തന്നെയാണ്. ഒരുപാട് സംസാരിക്കും, എനിക്ക് പറ്റിയ ആളാണ്. അവൾ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ അശ്വതിക്കുട്ടീൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് വേഗം പോയിട്ട്. എവിടെ പഠിക്കുന്നത്? വായനൂർ UP സ്കൂൾ കിയൂർ. അപ്പോൾ അവൾ അമ്മമ്മേൻ്റെ കൂടെ ഇങ്ങ് വന്നതാണ്. അമ്മമ്മ രാവിലെ വരുമ്പോൾ അവളിന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ സുന്ദരി കുട്ടിയാണേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വിടുവാ ഒരു 2 പരിപാടി. ഇങ്ങ് നീലത്തുരുത്തില് നീ പരക്കിൽ നിഴലിൽ അമ്പിളിക്കലക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലകുമാർ താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതിഞ്ഞില്ലല്ലോ.